പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്നും വിളിക്കുന്ന, എന്നും കാണുന്ന, എന്നും സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകൾ, സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഷിജു അഞ്ജുവിനെ ഇന്നലെയും കൂടെ എന്നെ ഡയറക്റ്റ് ചെയ്തുള്ളൂ, എല്ലാ ആഴ്ചയിലും എന്നെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഹലോ, പിന്നെ പ്രശാന്ത് ഞാൻ ഒരുമിച്ചാണ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. പിന്നെ സാജു എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇന്ന് മലയാള സിനിമയിൽ കുറച്ച് സിനിമകൾ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് കമൻറ്റ് ചെയ്തതും എന്നെ വിളിച്ചതും എൻ്റെ സായപ്പനാണ്. പിന്നെ എല്ലാവരും ലാൽപ്രിയനൊക്കെ എല്ലാവരും എല്ലാ ദിവസവും കാണുന്ന എല്ലാവിധ ആശംസകളും അറിയിക്കും. താങ്ക് യു. നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോടാ. ഇവിടെ വിനിയും പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞ മിമിക്രി ഒരു ഇത് കഴിഞ്ഞിട്ട് സിനിമ തന്നെയാണ് സ്വപ്നം. അഞ്ജുവിനെ ഇവൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അഞ്ജുവിനെ സിനിമയായില്ലേ അപ്പം ആയടാ റെഡി ആയിട്ടോ, കുറേ പേരെ കാണുന്നുണ്ട്, ഒന്നും അങ്ങനെ ആവുന്നില്ല. ഭയങ്കര ആ പറച്ചിലിൽ നമുക്കറിയാം മനസ്സിൻ്റെ വിഷമം, ഇതിനോടുള്ളൊരു പാഷൻ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറില്ലേ? അപ്പം പ്രശാന്താണെങ്കിലും സാജു ആണെങ്കിലും ലാൽപ്രിയനാണെങ്കിലും ഇവരൊക്കെ ഉള്ളിൽ സാജുവിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പും സാജുവിന് ഞങ്ങൾ പണ്ട് ദൃശ്യാന്ന് ഒരു ട്രൂപ്പിൽ പോയിരുന്നു, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തൊരു ട്രൂപ്പിൽ. അപ്പം അന്നും ഈ സാജുവിനെ ആചാരവും ഡാൻസ് ആയിരുന്നു അറിയാമായിരിക്കും, സിനിമാറ്റിക് ഡാൻസ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പം അങ്ങനെയാണ് രശ്മിയെ കാണുന്നത്. രശ്മിയുടെ അഭേദ്യമായ പ്രണയം, പ്രണയത്തിലൊക്കെ കാഴ്ചക്കാരായിട്ടും അപ്പൊ അന്ന് രശ്മിയുടെ കല്യാണം സജുവിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ വിവാദമായ കല്യാണമായിരുന്നു. അപ്പൊ ഞാനും പ്രശാന്തും ഗിരീഷും എല്ലാം കൂടെ അന്ന് സ്റ്റീലിന്റെ പുട്ടുകൂടെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഷെയർ ഇട്ട്, അപ്പൊ ഞാനന്ന് 25 രൂപ, ഇവനെ കൂടുതൽ പൈസ ബൈക്കിനൊക്കെയാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ പുട്ടുകൂടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് പ്രോഗ്രാം കഴിയുമ്പം ചെറിയ വീട്ടിൽ രശ്മി താഴെ കിടക്കുകയും ഞാനും സാജുവോട് കട്ടിലേക്ക് കിടന്ന കഥയുണ്ട്. ഈ കഥ പുതിയ കഥയല്ലേ, പറഞ്ഞിട്ടില്ല, ആ പുട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയും സിനിമയോടുള്ള അർപ്പണബോധം, സിനിമയെന്ന് പറയുന്നത് വന്ന് ഭവിക്കേണ്ടതാണ്. ഇവിടെ കൊണ്ടുവരണം സിനിമയെന്ന് പറയുന്നത് വന്ന് ഭവിക്കേണ്ടതാണ്. ആ സമയം എത്തിയിരിക്കുകയാണ്. ജഗദീശ്വരൻ ഇവരുടെ 4 പേരുടെ ഒപ്പം ഉണ്ടാവട്ടെ. ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ പ്രാർത്ഥനയും ആത്മാർത്ഥമായ ഹൃദയം തൊട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. താങ്ക് യു. ഒരു നിമിഷമാണ്. ഈ നിൽക്കുന്ന എല്ലാവരും എൻ്റെ സഹപ്രവർത്തകരാണ്. ഇടയ്ക്ക് ഞാൻ കട്ടവണാണ്, മൈക്ക് കട്ടവണാണോ. മിമിക്രി കഴിഞ്ഞാൽ അടുത്ത സിനിമയാണ്. ആ മേഖലയിലേക്ക് എൻ്റെ കൂട്ടുകാർ പ്രവേശിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഈ സിനിമയ്ക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ, എല്ലാവരും അടുത്തറിയാവുന്നവർ. അപ്പോൾ പ്രശാന്തേട്ടനാണ് വിളിച്ചത്. ഷീച്ചേട്ടനും സായിച്ചേട്ടനും വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. പ്രശാന്തേട്ടൻ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അതെ, പ്രശാന്തേട്ടനെ മാത്രം ഞാൻ കുറച്ച് പൊക്കി പറയാം. പക്ഷെ എന്നാലും വന്ന വഴി മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കോമഡി ഫെസ്റ്റിവലിൽ വരുന്ന സമയത്താണ് സായിച്ചേട്ടനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഫീമെയിൽസിൻ്റെ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, ക്യൂൻസ് എന്ന് പറഞ്ഞൊരു ടീമും പിന്നെ സായിച്ചേട്ടൻ്റെയൊക്കെ ടീം, എല്ലാവരുടെയും ടീമുകളുണ്ട്. പക്ഷെ അതിൽ കുറച്ച് നമ്മളെ അറിയപ്പെട്ട് തുടങ്ങിയതും എല്ലാം കോമഡി ഫെസ്റ്റിവലിലൂടെയാണ്. അന്ന് തന്നെ സായിച്ചേട്ടൻ്റെ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ഉൾപ്പെടുത്തുമായിരുന്നു. അതിനൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ അദ്ദേഹം നായകനായിട്ട് ചെയ്ത സിനിമ കരിങ്കണ്ണനകത്തിലും നല്ലൊരു ക്യാരക്ടർ തന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ബിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാലോ അപ്പൊ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, പൂനെയിലൊക്കെ ഷോയ്ക്കൊക്കെ പോകുമ്പോൾ, അത് മറന്നുപോയേ, ഷോയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളെ കൊണ്ടുപോകായിരുന്നു. അതും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഷീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീച്ചറിനെ ഒരു സമയത്ത് സുജ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, രശ്മിക്ക് പേയ്മെന്റ് ഒന്നും പറയാൻ അറിയത്തില്ലേന്ന്. എന്തൊരു കാര്യം വന്നാലും ഏതൊരു വർക്ക് വന്നാലും അപ്പം ഞാൻ ഷീച്ചറിനെ വിളിക്കും, ഷീച്ചേട്ടൻ ഞാൻ എത്ര രൂപ പേയ്മെന്റ് പറയണം, അതുപോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചിരുന്ന ഷീച്ചേട്ടനായിരുന്നു. അപ്പോൾ ഒരു ഗുരുവിന്റെ സ്ഥാനത്താണ് ഷീച്ചേട്ടനെ. കോമഡി സ്റ്റാർസിൽ ഷീച്ചേട്ടനെ ഗ്രൂമറായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഗ്രൂം ചെയ്ത് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ഷീച്ചേട്ടനോട് ഇപ്പം നന്ദി പറയുന്നു. പിന്നെ ലാൽ ചേട്ടനെ എനിക്ക് പരിചയമല്ല, ചേട്ടാന്ന് വിളിച്ചപ്പോൾ ഞാനങ്ങ് കൊച്ചായി പോയപോലെ. ഇദ്ദേഹത്തെ പരിചയം എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ കൂടെ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. ഞങ്ങൾ ഒരുമിച്ച് ഇതുവരെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമയിൽ എന്തായാലും കാണുമായിരിക്കുമല്ലോ ഞാൻ. പക്ഷെ പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്തേട്ടൻ്റെ സിനിമയിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തേലും ആയിക്കോട്ടെ, പോട്ടെ കേട്ടോ, പറയാം, നമുക്ക് എന്തേലും മനസ്സിൽ തോന്നിയാലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.
ഇനി ഒരുപാട് ഈ 4 സിനിമകളും ഒന്നിച്ച് ഇപ്പം ബിബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു നൂലിലെ 4 സിനിമകളും ഇങ്ങനെ ഒഴുകി 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 പുഴ പോലെ ഒഴുകി പോട്ടെ. അപ്പം നല്ല വിജയമാവട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ, എല്ലാവിധ ആശംസ. ഞാൻ തുടങ്ങാം, അത് പിന്നെ അങ്ങനെ ഓക്കെ. റെഡി? ഹായ്, നമസ്കാരം. ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റം. അപ്പോൾ പെൻ സിനിമാസിൻ്റെ ബാനറിൽ ഉടനെ ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഗംഗ യമുന സിന്ധു സരസ്വതി എന്നാണ് ആ സിനിമയുടെ പേര്. ആന്തോളജി മൂവിയാണ്. 4 സംവിധായകരാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ 4 കഥകളാണ്. അതിൽ ഒരു കഥ സംവിധാനം ചെയ്യുന്നത് ഞാൻ, പിന്നീട് അടുത്ത കഥ ഷിജു അഞ്ജുമന, അതിനടുത്ത കഥ ലാൽപ്രിയൻ ചേട്ടൻ, പിന്നെ സാജു നവോദയ. അങ്ങനെ 4 സംവിധായകരാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളെല്ലാം നമ്മൾ അറിയിക്കാം. ഇനിയിപ്പോൾ ഷിജു അഞ്ജുമന സംസാരിക്കുന്നു. അല്ല, എന്നാലും സിനിമയുടെ ഒരുപാട് ഉൾക്കാഴ്ചകളിൽ നമ്മളെ 4 പേരെയും ഭൂരിഭാഗം സമയത്ത് എല്ലാവരും കണ്ടിട്ടുള്ളത് കോമഡി പ്രോഗ്രാമുകളായിട്ടാണ്. സ്റ്റേജ് പരിപാടികൾ, മിമിക്രികൾ, പിന്നെ അതുപോലെ കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറി ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളതും ഗൗരവമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും. അപ്പോൾ ഗംഗ യമുന സിന്ധു സരസ്വതി എന്ന് പറഞ്ഞ ഈ സിനിമ വളരെ ഗൗരവമേറിയൊരു സിനിമ തന്നെ ആയിരിക്കും. ഒരിക്കലും ഒരു മിമിക്രിക്കാർ എന്ന് കരുതി നിങ്ങളൊരു മുൻധാരണയോടെ ഒരു കോമഡി സിനിമ ആയിരിക്കുമെന്ന് വിചാരിക്കേണ്ട. അത്തരത്തിലുള്ളൊരു സിനിമയല്ല ഞങ്ങൾ ചെയ്യുന്നത്. 4 പേര് ചേർന്ന് ചെയ്യുന്ന 4 കൊച്ചു സിനിമകൾ ചേർന്നൊരു വലിയ സിനിമ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം. ഈ സിനിമ എല്ലാ രീതിയിലും ഒരു വൻ വിജയമാകാൻ പ്രാർത്ഥിക്കണം. താങ്ക് യു. നമസ്കാരം. ഇതൊരു കൊച്ചു സിനിമ ആണെങ്കിൽ കൂടി ഞങ്ങളുടെ വലിയൊരു മോഹമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. ഈ 4 കഥാപാത്രങ്ങളും 4 ചിത്രങ്ങളിലും 4 നായികാ പ്രാധാന്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് മുഖ്യധാരയിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് വരുന്നത്. അതിൻ്റെ കാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉയർപ്പിൻ്റെ 4 സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും 4 ചിത്രങ്ങളിലും. എന്നാൽ പല ജോണറുകളിലായിരിക്കും നമ്മളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസുകൾ നമ്മൾ പുറകെ അറിയിക്കുന്നതായിരിക്കും. സാർ, പടം ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ 4 പടങ്ങൾ 4 ഡയറക്ടർമാർ ചെയ്യണം. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഈ ഒരു പടം നമ്മളൊരു സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകൻ ഒറ്റയ്ക്ക് 4 സിനിമ കണ്ടിട്ട് ഇറങ്ങിപ്പോകാൻ തന്നെയല്ല. പക്ഷെ അവർ വന്നിരിക്കുമ്പോൾ എല്ലാം കണക്റ്റഡായിട്ട്, എന്നാൽ അതിൽ ഒരു കഥാപാത്രത്തിൽ നിന്നും മറ്റേ സിനിമയിലെ കഥാപാത്രങ്ങളായിട്ട് താരതമ്യമൊന്നും ഉണ്ടാവില്ല. 4 പടം തന്നെയാണ്. പക്ഷെ അത് ഒറ്റ നൂലിൽ കോർത്ത് ഞങ്ങൾ കൊണ്ടുപോകണതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ത്രീകൾക്ക് അവരുടെ വിഷയങ്ങൾ, ഒരു 4 വിഷയങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെ സിനിമ ചെയ്യണത്. അവർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ 4 പ്രശ്നങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്ന സിനിമയിൽ 4 വിഷയങ്ങളാണ്. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള പടത്തിൻ്റെ പൂജയാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആണെങ്കിലും കൂടെ നിങ്ങളെ അറിയിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഷിജു പറഞ്ഞ പോലെ തന്നെ ഇത് മിമിക്രിക്കാരിൽ നിന്ന് ചെയ്യുമ്പോൾ അതൊരു കോമഡി സിനിമയായിട്ട് ഒരിക്കലും കാണണ്ട. വളരെ നാളത്തെ ഞങ്ങളുടെ പ്രയത്നമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും സിനിമകൾ കാണുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് എന്താ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള നല്ല കാഴ്ചപ്പാടോടുകൂടിയാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നതും നമുക്ക് സിനിമ ചെയ്യാൻ പാചകമാക്കുന്നത്. അപ്പോൾ ഈ അടുത്ത പരിപാടികളും തുടരെ നിങ്ങളറിയിക്കും. എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഞങ്ങൾ തുടക്കക്കാരെന്ന നിലയിൽ ഈ സപ്പോർട്ട് ഇപ്പോഴേ ഈ ഒരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയാലേ മുമ്പോട്ട് നമുക്കിത് കുറച്ച് എനർജി കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എന്താണ് ഇതിന് ജോണർ എന്തായിരുന്നത്? അത് 4 ടൈപ്പിലുള്ളതാണ്. നമ്മുടെ സ്ത്രീകൾ ഇപ്പോൾ അനുഭവിച്ചിരിക്കുന്ന ഓരോ വിഷയമുണ്ട്. കുട്ടികൾ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, അമ്മമാർ അനുഭവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, ചേച്ചിമാർ ഓരോ കാറ്റഗറിപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനകൾ പല വേദനകളാണ്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ 4 അവരുടെ ബുദ്ധിമുട്ടുകൾ, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, അതൊരു 4 സംഭവങ്ങളാണ് 4 പടത്തിലൂടെ കാണുന്നത്. 5ാമത്തെ പുരുഷന്മാരുടെ വേദനയാക്കിക്കൂടെ? അത് ഗംഗ യമുന സിന്ധു സരസ്വതി അറബിക്കടൽ ഇത് ചെന്ന് ചേർന്ന സ്ഥലമില്ലേ? ഈ പേരിലേക്കൊക്കെ എങ്ങനെ എത്തി? 3 പേരും ഭയങ്കരമായിട്ട് അല്ല, ഇതൊരു സംസ്കാരമാണല്ലോ നമ്മുടെ. അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ സ്ത്രീകളുടെ അമ്മയായിട്ട് അങ്ങനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ഞങ്ങൾ ആലോചിച്ച് ഞങ്ങളുടെ ലീഡർ നിൽക്കുന്ന ദേവൻ സാറിൻ്റെ ഒരു സെഷനും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. ലാൽപ്രിയനും എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു പേരാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം കണ്ടെത്തിയത്. അതിലേക്ക് ഞങ്ങൾ കഥകളെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ എല്ലാ കഥകളും ഞങ്ങൾ പറഞ്ഞു വെച്ച കഥകളൊക്കെ ആ പേരിന് കൃത്യമായിട്ട് വന്നു ചേരുകയും അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
ഇപ്പോൾ പറയുന്നത് പിന്നെ സാജി പറഞ്ഞ പോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ സ്ത്രീകളുടെ എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സ്ത്രീകളുടെ ഉയർപ്പാണ് നമ്മൾ കുറച്ചുകൂടി അതിനകത്ത് പ്രോമിനൻസ് കൊടുക്കുന്നത്. അതായത് അവരെ അതിജീവിച്ച് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ അതിജീവിച്ച് മുന്നോട്ട് വരുന്ന സ്ത്രീകളെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഒരു മുഖ്യധാരയിലേക്ക്, ഇപ്പോൾ എല്ലായിടത്തും അവർക്കൊരു മുഖ്യധാരയിൽ എല്ലായിടത്തും സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ട്. ഇപ്പം നിയമ വ്യവസ്ഥിതിയിലായാലും അല്ലെങ്കിൽ മറ്റ് കലാരംഗത്തായാലും കായിക രംഗത്തായാലും മറ്റ് സാഹിത്യ മറ്റ് മേഖലകളിലൊക്കെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം ഇന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവരെ കുറെ കൂടി അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവർ അതിജീവിച്ച് വരുന്നതിനെ കുറിച്ചും അവരുടെ ഒരു ഉയർപ്പാണ് നമ്മളിത് ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം സെൻട്രൽ ക്യാരക്ടേഴ്സ് 4 പേരും അല്ലേ പ്രധാനപ്പെട്ട ആക്ടേഴ്സ് തന്നെയായിരിക്കും സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നവർ. ഡിസ്കഷൻ നടന്നിരുന്ന പേര് പറയാൻ പറ്റുന്ന ലെവലിലേക്ക് ആയിട്ടുണ്ടോ? ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. കാരണം അത് ഞങ്ങൾ കുറച്ചുകൂടി സമയം തരണം. സമയം വേണം ഞങ്ങൾക്ക് അത്ര ഒരു കാര്യത്തിലേക്ക് എത്താനായിട്ട്. വേറെ ആർട്ടിസ്റ്റ് ഇതിലൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല. ഈ 4 പേരുടെ കാര്യത്തിൽ അത് കറക്റ്റായിട്ടുള്ള സെലക്ഷൻ അല്ലെങ്കിൽ പടത്തിന് മൊത്തത്തിൽ ബാധിക്കും. ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അവിടത്തേക്ക് നമുക്ക് ആർട്ടിസ്റ്റുകളാണ്, നമുക്ക് വിളിക്കുമ്പോൾ തന്നെ ഓടിച്ചൊന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു സമയത്തിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ ലോഞ്ചിങ് നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടപടികൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിൻ്റെ കാസ്റ്റിങ്ങും അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം പുറത്തു വരും. അപ്പോഴേക്കും നമ്മൾ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പലരും അതിൽ വില്ലിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൺഫർമേഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അതിന് ഇനിയും കുറച്ചുകൂടി ചർച്ചകളും മുന്നോട്ട്, കാരണം കഥകൾ ഇപ്പോൾ തന്നെ ലോക്ക് ചെയ്തിരിക്കുന്ന കഥകളും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുന്ന സിനിമകളോ അല്ലെങ്കിൽ ചെയ്തു പോയിരിക്കുന്ന സിനിമകളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാസ്റ്റിംഗ് ഇപ്പോൾ ഏകദേശം എല്ലാം നമ്മളുടെ ചർച്ചയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. കൊമേഴ്സ്യൽ മൂവിയാണോ? തീർച്ചയായിട്ടും. അല്ല ഞങ്ങൾ അഡ്വാൻസ് പറഞ്ഞു ഞങ്ങളാകുമ്പോഴത്തേക്ക് തമാശപ്പടം എന്നുള്ള രീതിയിലേക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും. പക്ഷെ അങ്ങനല്ല കൊണ്ടുള്ളൂ. ഈ സിനിമയിൽ 4 സംവിധായകർ ഒന്നിക്കുകയാണല്ലോ. അതെ, എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്? ഞങ്ങൾ നേരത്തെ സിനിമയ്ക്ക് വേണ്ടി ഒന്നിച്ചവരല്ല. ശരിക്കും പറഞ്ഞ കുട്ടിക്കാലം തൊട്ട് ഒരുമിച്ചുള്ളവരെല്ലാരും. അല്ല, അതിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ചിന്താഗതികളില്ല. ഏകദേശം ഒരേ മൈൻഡിൽ തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഒരുമിച്ച് കോമഡികൾ മാത്രം ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി ഞങ്ങൾക്ക് ചിന്തിക്കണമെന്ന് തോന്നി. ഞങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ചിരുന്നു. അതിൽ സക്സസ് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിൽ പലപ്പോഴും ഞങ്ങൾ കൂടിച്ചേരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കോമഡിയെക്കുറിച്ച് അല്ലെങ്കിൽ മിമിക്രിയെക്കുറിച്ച് അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ നാടകങ്ങളെയും സിനിമകളെയും കുറിച്ചാണ് കൂടുതൽ. ഇപ്പോൾ ഷിജു അഞ്ജുവിനെ ആയാലും പ്രിയചേട്ടനായാലും അല്ലെങ്കിൽ സാജുവായിട്ടാണെങ്കിലും എപ്പോഴും ഡിസ്കഷനിൽ കൂടുതലും നമ്മളുടെ യാഥാർത്ഥ്യമായിട്ടുള്ള അഭിനയ ജീവിതത്തെക്കുറിച്ചും അല്ലെങ്കിൽ സിനിമകളെക്കുറിച്ചും നല്ല നാടകങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാറ്. ഇവർക്ക് നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതെ, പ്രൊഫഷണൽ നാടക ട്രൂപ്പ് സ്വന്തമായി ഉണ്ടായിരുന്ന ആളാണ്. പ്രിയചേട്ടൻ്റെ ഫാദർ ഒരു വലിയ ഒരു കുലപതിയായ ഒരു വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാനും എൻ്റെ അച്ഛനൊരു കാതികനായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്റ്റേജിൻ്റെ ഒരു പിൻബലത്തിൽ വന്നതുകൊണ്ട് നമുക്കൊക്കെ ചർച്ചകളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള സിനിമകളും നാടകങ്ങളും അഭിനയങ്ങളും ഒക്കെ തന്നെയാണ്. ഞാൻ പറയും അതാ പറയാം. ഇപ്പം ഞാനും അമേച്ചർ നാടകം കളിച്ചിട്ടിരിക്കുന്ന ആളാണ്. ഞാൻ കോമഡി ചെയ്യുന്നതിലുപരി ഞാൻ നാടകം സംവിധാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ അത്തനാറിൽ നടന്ന നാടക മത്സരം 19 നാടകം ഉണ്ടായിട്ട് അതിൽ എൻ്റെ നാടകത്തിനാണ് സെക്കൻഡ്. ഞാനാണ് അവിടുത്തെ മികച്ച നടൻ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കിട്ടിയുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ തമാശ നമ്മൾ സ്കിറ്റിലേക്ക് വന്നപ്പോൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ. ഞാനും പറയും, ഞാൻ അറിഞ്ഞ നാടകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. എന്തായാലും വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അല്ലാതെ ഒരു ലാഘവത്തോടെ കാണുന്നില്ല ഈ സിനിമ. ഈ 4 സംവിധായകർ എന്നുള്ളതിൽ ഇതായതുകൊണ്ടാണോ ആന്തോളജി മൂവി ആയിട്ട് സെലക്ട് ചെയ്യാൻ കാരണം? അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കഥ എടുക്കാൻ ഞങ്ങളുടെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടൊരു ആന്തോളജി മൂവി അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു കഥയിലേക്ക് ചുരുങ്ങാതെ 4 കഥ തന്നെ വേണം എന്നുള്ള തീരുമാനം വന്നത്? നമുക്ക് 4 വിഷയങ്ങൾ പറയാൻ പറ്റും. ഒരു സിനിമയിൽ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ഫാമിലിയുടെ കഥയോ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ കഥയോ പറഞ്ഞു പോകാം. ഒരു 4 വിഷയങ്ങൾ സംസാരിക്കാൻ പറ്റും. അത് സമൂഹത്തിന് വേണ്ട വിഷയങ്ങൾ തന്നെ. അപ്പൊ അതാണ് ഇങ്ങനെ. ഞങ്ങള് ഒരു കണക്കിന് ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ ആന്തോളജികൾ കണ്ടിട്ടുണ്ട്. അത് OTT പ്ലാറ്റ്ഫോമിലായെങ്കിലും അല്ലാതെയും. ഇപ്പൊ അടൂർ സാറ് വരെ 4 പെണ്ണുങ്ങൾ എന്ന് പറയുന്ന പോലെ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ ചെയ്തു എന്നാണ് കരുതുന്നത്. അപ്പം അതൊരു വലിയ സിനിമ ചെയ്താലാണ് സിനിമക്കാരനാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല.
നമുക്ക് ഇപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് പോലും ബിഗ് സ്ക്രീൻ സ്വപ്നം കാണുന്നവരാണ്. അപ്പോൾ അത് ഒരു സാമ്പിളാണ് ചെയ്യുന്നത് ശരിക്കും. അതുപോലും ഒരു വലിയ റെഡ് ക്യാമറയൊക്കെ എടുത്ത് വെച്ചിട്ട് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉൾപ്പെടുത്തി ഞാനിത് ചെയ്യും, എനിക്കിതിന് കഴിയും എന്ന് ഒരു സംവിധാനം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പലപ്പോഴും ഷോർട്ട് ഫിലിമുകൾ. ഞങ്ങൾ ആ ഒരു അവസരം ഞങ്ങൾ സിനിമയിൽ തന്നെ പരീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൽ ഈ പറയുന്ന ചിത്രങ്ങൾ നാല് ജോണറിൽപ്പെട്ട ചിത്രങ്ങളാണ്. അപ്പോൾ ഒരു സിനിമ കാണാൻ വരുന്നവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ജോണറുള്ള സിനിമകളാണ് പലപ്പോഴും നമ്മൾ സെലക്റ്റീവായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. ചിലപ്പോൾ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർക്ക് റൊമാൻസ്, ചിലർക്ക് ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ചിലർക്ക് ഫാൻറ്റസി എന്നൊക്കെ പറയുന്ന പല മേഖലകളുണ്ടല്ലോ. ഇതാവുമ്പോൾ ഈ 4 ജോണറും ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഏതെങ്കിലും ഒരു ജോണർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഈ സിനിമയ്ക്ക് ടോട്ടലി ഒരു കണക്ഷൻ ഉണ്ടാവും, പക്ഷെ 4 ജോണറിലായിരിക്കും ഈ ചിത്രം നമ്മൾ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. അപ്പോൾ റിയലി ഒരു ആന്തോളജി എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സിനിമ. ഈ പൊതുവെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഈ ഫൈറ്റ് രംഗങ്ങൾ പൊതുവെ കുറവാണെന്ന് ഇപ്പോൾ ഈയിടെയായിട്ട് ദർശന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കഥാപാത്രം കിട്ടുകയാണെങ്കിൽ അവർക്ക് പെർഫോമൻസ് ചെയ്യാൻ കുറേ ഏരിയസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കഥകൾ വരുന്നില്ല. അപ്പോൾ ഇതിൽ അങ്ങനത്തെ എങ്ങനെയെങ്കിലും സ്ത്രീകളെ അങ്ങനെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, വെച്ചാൽ ഇത്തരത്തിൽ മാർഷൽ ആർട്സ് വരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള രംഗങ്ങൾ വരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ സ്ത്രീകൾക്ക് ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ സിനിമയിൽ പെർഫോം ചെയ്യുന്ന പല ഘടകങ്ങളും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അവരുടെ എന്താ പറയുക, വൈകാരിക തലങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ രൗദ്രഭാവമായാലും അല്ലെങ്കിൽ ലാസ്യമായാലും അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രം ഒരു വൻ വിജയമാകട്ടെ എന്നാണ്. ഞാൻ അതല്ല പറയുന്നത്. ഈ 4 പേരും ചേർന്ന് ഇതിന് ശേഷം നിർമ്മിക്കാൻ പോകുന്ന വലിയ ഫീച്ചർ ഫിലിംസ് ഉണ്ട്, അതും സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൈ. ദേവ്ജി, പ്രസാദൻ, വളരെ അടുത്ത സുഹൃത്തുക്കൾ, ഈ സദസ്സിലിരിക്കുന്ന എല്ലാ നല്ല ആൾക്കാരും, ഇവർ താരവരും കൂടി സംവിധാനം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ലാൽപ്രിയ ചേട്ടന് കുഴപ്പമില്ല, അത് ചെറിയ സുയൊക്കെ ഉണ്ട്. 4 പേരും കൂടി ഒഴുക്കും. ഗംഗ, യമുന, സരസ്വതി വരെയുള്ള പരിപാടികൾ നല്ല രീതിയിൽ നടക്കും. ഇതിൽ ഏതിലാണ് എനിക്ക് വേഷമുള്ളതെന്ന് എനിക്കറിയില്ല. അതായത് ഇവന്മാർ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉദ്ഘാടനത്തിനും അതിനെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് പടത്തിലാണോ, പ്രശാന്തിൻ്റെ പടത്തിലാണോ, സാജുവിൻ്റെ തീരുമാനം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും മനസ്സിലും ഉള്ളത് ഇത് ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. അത് ഭംഗിയായിട്ട് നടക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്നവരെ, ഇവിടെ വന്നിട്ടുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിപ്പോയി, പക്ഷേ ഞാൻ വൈകിയത് ആരും അറിഞ്ഞിട്ടില്ല. എല്ലാവരും അറിഞ്ഞല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് വെച്ചാലേ, ഈ നമ്മുടെ സാജു, ഞങ്ങൾ ഒരുമിച്ച് ഗാനമേളയ്ക്ക് പോകുമ്പോൾ മിമിക്രി ഒക്കെ കാണിച്ചിട്ടുമ്പോൾ സാജു ഗിന്നസിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. അതുകൂടാതെ മറ്റ് ട്രൂപ്പുകളിലൊക്കെ നടക്കുമ്പോൾ സാജു, ഞാനങ്ങനെ വലിയ മിമിക്രിക്കാരനും അതുപോലെ ഡാൻസറും ഒക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം സാജു പിന്നെ അയാളുടെ പ്രവൃത്തി പഥത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ആളാണ്. അതുകൂടാതെ നമ്മുടെ ഷിജു അഞ്ചുമന ഓണത്തിനടക്ക് പൊട്ടുവെച്ചോ കാസറ്റിൽ ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു ജഡ്ജിങ് കമ്മിറ്റി കണ്ടെത്തിയ മുത്താണ്. ഓക്കെ അല്ലേ? ഓക്കെ, പ്രസാദേട്ടാ ഓപ്പൺ ചെയ്യട്ടെ. ധർമ്മജി സ്വിച്ച് ഓൺ ചെയ്യൂ.
ഭാരതത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളായാലും എല്ലാം സ്ത്രീകൾക്കാണ് പ്രാധാന്യം. സ്ത്രീ സംവരണമൊക്കെ ഇപ്പോഴാണ് വന്നത്. ആയിരക്കണക്കിന് ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നദികൾക്ക് ഗംഗ എന്ന് പേരിട്ടു അല്ലേ, യമുന എന്ന് പേരിട്ടു അല്ലേ. നമ്മുടെ സുകുമാരൻ എന്ന് പേരിടാൻ പാടില്ലായിരുന്നു, ഗോപാലകൃഷ്ണൻ എന്ന് പേരിടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഭഗവാന്റെ പേരാണ് ശ്രീകൃഷ്ണൻ എന്നൊരു നദിക്ക് പേരിടാൻ പാടില്ലായിരുന്നോ? ഉണ്ടായില്ല.